എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മുടെ ക്രാഡിയാക്ക് അവരുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ബൈക്ക് ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു MTB അവർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ക്രാഡിയാക്ക് XC3000 എന്നാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നേരെ ആ പ്രീമിയം ബൈക്ക് ക്രാഡിയാക്ക് XC3000ൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞു 50,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കെൻഡയുടെ ടയറാണ് വരുന്നത് കേട്ടോ. കെൻഡയുടെ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള ടയറാണ്. ടയർ സൈസ് വരുന്നത് 27.5 2.3 ആണ് കേട്ടോ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് ടയർ. അത് നമുക്ക് കെൻഡ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാം, നല്ല ക്വാളിറ്റിയുള്ള ടയറാണ്, നല്ല കല്ലൻ ടയറാണ് കേട്ടോ. റിമ്മ് നമ്മുടെ നോർമൽ ക്രാഡിയാക്കിൻ്റെ ഡബിൾ വാൾ അലോയ് റിമ്മും കാര്യങ്ങളൊക്കെയാണ്, അധികം ബെൻഡും കാര്യങ്ങളൊന്നും വരില്ല. ഫ്രണ്ടിൽ നമുക്ക് ക്വിക്ക് റിലീസ് വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഫ്രണ്ടിലത്തെ നമുക്ക് ക്വിക്ക് റിലീസ് വരുന്നുണ്ട്. അത് നമുക്ക് പഞ്ചറൊക്കെ കിട്ടുമ്പോൾ അത് ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ. ഫ്രണ്ടിലത്തെ ക്വിക്ക് റിലീസ് ഷിമാനോയുടെ ഹബ്ബാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ ഫ്രണ്ടിൽ ഷിമാനോയുടെ ഹബ്ബാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ബ്രാൻഡിങ്ങും ഷിമാനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടെ ആ സൈഡിൽ നിങ്ങൾക്ക് ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ടയറിൻ്റെ സെക്ഷൻ വരുന്നത്. ബ്രേക്കിൻ്റെ അവിടേക്ക് വരാം. ഷ്രാഡറാണ് വാൽവും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഷ്രാഡർ വാൽവ് നമ്മുടെ ബൈക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എയർ അടിക്കാനൊക്കെ പറ്റും. അത് അല്ലെങ്കിൽ പ്രിസ്റ്റാണെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ. ഫോർക്ക് SR സണ്ടൂറിൻ്റെ ഫോർക്കാണ് വരുന്നത്. 100 mm ഫോർക്കാണ് വരുന്നത് കേട്ടോ. XCM30 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ലോക്കും അൺലോക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഞാൻ നമുക്ക് ഫ്രെയിം നോക്കാം. ഫ്രെയിം 6061 അലോയ് ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഇൻറ്റേർണൽ കേബിൾ റൗട്ടിങ് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇവിടെ ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. നല്ലൊരു പെയിൻറ്റ് ജോബും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ XC3000 എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഫ്രെയിം. നിങ്ങൾക്കൊരു ക്ലോസർ ലുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ചെറിയൊരു ക്ലോസർ ലുക്കാണ് കാട്ടി തന്നത്. ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബൈസൈക്കാറിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡോർ സ്റ്റെപ്പ് ഇൻസ്റ്റാളേഷനും അവരിത് കൊടുക്കുന്നുണ്ട്. കുറേ പേർക്ക് അത് ഇപ്പോഴും അറിയില്ല, അതുകൊണ്ട് എല്ലാ വീഡിയോസിനും പറയാൻ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ ഹാൻഡിൽ ബാർ നമുക്ക് വരുന്നത് 660 mm ഹാൻഡിൽ ബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 660 mm ഹാൻഡിൽ ബാർ. അതിൽ ഏറ്റവും പുതിയ ഷിമാനോ ക്യൂസ് ആണ്. ഏറ്റവും പുതിയ ഷിമാനോ ക്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഷിമാനോ ക്യൂസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഷിമാനോ ക്യൂസ് ആക്ച്വലി നമ്മുടെ പണ്ടത്തെ ആദ്യ കാലങ്ങളിൽ ഇപ്പോഴും ഓൾമോസ്റ്റ് കുറച്ച് വണ്ടികളിലൊക്കെ ഉണ്ട്. പക്ഷേ ക്രമാതീതമായി അത് മാറും ഷിമാനോ ക്യൂസിലേക്ക്. നമ്മുടെ ഷിമാനോ ടൂർണി, അതുപോലെ തന്നെ ഷിമാനോയുടെ ഓൾട്ടസ് ഗ്രൂപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഗ്രൂപ്പ് സെറ്റിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള, എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവ് പ്രകാരം 1 വർഷം തികയണമുള്ള ഈ ഷിമാനോ ക്യൂസ് നമ്മുടെ വിപണിയിൽ ഇറങ്ങിയിട്ട് കേട്ടോ. ഇപ്പോൾ പ്രീമിയം ആയിട്ട് വരുന്ന നമ്മുടെ വലിയ വലിയ ബ്രാൻഡുകളുടെ വണ്ടിയിലും അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന ടൂറിങ് വണ്ടികളിലും കുറേ വണ്ടികളിൽ ഇപ്പോൾ ഷിമാനോ ക്യൂസ് വരുന്നുണ്ട്. അത് ഫ്രണ്ടിൽ 2 ക്രാങ്ക് ആയിട്ട്, ഇപ്പോൾ ഈ ബൈക്കിൽ കാണുന്ന പോലെ 2 ക്രാങ്ക് ആയിട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സിംഗിൾ ക്രാങ്ക് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. കാരണം ഇനി വരുന്ന കാലങ്ങളിൽ എല്ലാ ബൈക്കിലും ഷിമാനോ ക്യൂസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഷിമാനോ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു കേട്ടറിവാണ് ഷിമാനോ ക്യൂസിനെ കുറിച്ചുള്ളത് കേട്ടോ. അപ്പോൾ ഷിമാനോ ക്യൂസ് പഴയതാണോ പൊട്ടയാണോ എന്നൊക്കെ ചിന്ത വരും. അല്ല, എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും പുതിയതായിട്ട് റീസെൻ്റ്ലി ഏറ്റവും അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഈ ഡ്രൈവ് ട്രെയിനാണ് ഷിമാനോ ക്യൂസിൻ്റെ. ക്യൂസിൻ്റെ ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലത്തെ വിരലുണ്ട്, ചൂണ്ട് വിരലുകൊണ്ട് നമുക്ക് ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യണമെങ്കിൽ തള്ള വിരലുണ്ട് കേട്ടോ. 2 ലിവർ ഇല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന് 2 ലിവർ ഇല്ല കേട്ടോ. ഒറ്റൊരു ലിവറുള്ളൂ. അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കണതാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പും ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിമാനോ ക്യൂസ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ, ബാക്കിലത്തെ ഷിഫ്റ്ററും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ബാക്കിൽ 11 ഗിയറാണ് വരുന്നത് കേട്ടോ. 11 ഗിയർ. അത് തള്ള വിരലുകൊണ്ട് ഡൗൺ ചെയ്യാം 1 2 3. അതുപോലെ തന്നെ ചൂണ്ട് വിരലുകൊണ്ട് നമുക്ക് അത് അപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. 11 ഗിയറാണ് വരുന്നത് കേട്ടോ. ബാക്കിൽ ഷിമാനോ ക്യൂസ് 11 ഗിയറാണ്, 11 സ്പീഡാണ് വരുന്നത്. ഇതിൽ ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബ്രേക്കും നമുക്ക് ആക്ച്വലി വരുന്നത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് കേട്ടോ. നമുക്കിതിൽ ഡിസ്ക്കാണ്, ഹൈഡ്രോളിക് ഡിസ്ക്
ഡിസ്ക് ബ്രേക്കാണ്, അതും ഷിമാനോടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റോപ്പിംഗ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തത് നമുക്ക് സീറ്റിൻ്റെ ഇതിലേക്ക് പോകട്ടെ. സീറ്റ് കുറച്ചുകൂടി വ്യത്യസ്തതയുണ്ട് കേട്ടോ. മെമ്മറി ഫോമാണ്. ഇപ്പോൾ കുറേ ബെഡുകളൊക്കെ മെമ്മറി ഫോമിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ബ്രാൻഡുകളുടെ പ്രൊമോഷനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, മെമ്മറി ഫോം കേട്ടോ. അപ്പോൾ അതും തന്നെയാണ് ഈ സീറ്റിലും ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. സീറ്റ് മെമ്മറി ഫോം ഉള്ള ഒരു സീറ്റാണ്. അതിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നടുവിലൊരു തുളയുണ്ട്. ഇത് വെന്റിലേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മെയിനായിട്ട് കുറേ തെറ്റിദ്ധാരണകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു തുള എന്തിനാണെന്നുള്ളത്. അപ്പോൾ അത് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു സീറ്റിൻ്റെ ആ ഒരു നടുവിലത്തെ ഒരു ഇത് വേണ്ടിയിട്ട് ഉള്ളത് ഈ സാധനം. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ നോക്കുകയാണെങ്കിൽ ഷിമാനോ ക്യൂസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ക്രാങ്ക് വന്നിരിക്കുന്നത് 2 ഗിയറാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ടീത്ത് വരണത് 36ഉം 22ഉം ആണ് അതിൻ്റെ ടീത്ത് വരണത്. ഇനി നേരെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷിമാനോ ക്യൂസിൻ്റെ ഡ്രൈവ് ട്രെയിൻ കാണാം, ഡിറൈലർ കാണാം കേട്ടോ. അതിൻ്റെ കാസറ്റ് നിങ്ങൾ നോക്കിയാൽ ഷിമാനോൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ ഏറ്റവും ചെറിയ പല്ല് വരണത്, ഏറ്റവും ചെറുത് 11 ടീത്താണ് കേട്ടോ. അതിൻ്റെ ചെറുത് വരണത് ഏറ്റവും ചെറിയ ഗിയർ എന്നൊക്കെ പറയില്ലേ, 11 ടീത്താണ് അതിന് വരണത്. ഏറ്റവും വലിയ ടീത്ത് 45 ടീത്ത് വരുന്നുണ്ട് കേട്ടോ. ക്ലൈമ്പൊക്കെ കയറാൻ അടിപൊളിയായിരിക്കും. ഒരു 2 പപ്പടം വെച്ചാലുള്ള സൈസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഷിമാനോൻ്റെ ഈ സാധനം ഒരു കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ വലുതാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ വട്ടത്തിൽ പിടിച്ചാലും ആ സാധനം എത്തില്ല എന്ന് തോന്നുന്നുണ്ട്. അത്രയ്ക്ക് വലിയൊരു കെസറ്റാണ് ബാക്കിൽ വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ചെയിൻ നോക്കുകയാണെങ്കിൽ ഷിമാനോ LG 400 എന്ന് പറഞ്ഞിട്ടുള്ള ചെയിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് പറയാൻ തന്നെ കാരണം ഇതെല്ലാം ഒരുമിച്ചുണ്ടെങ്കിൽ ഇത് വർക്ക് ആവുള്ളൂ കേട്ടോ. നിങ്ങളിപ്പോൾ പല ബൈക്കിലും ടൂറിങ് ബൈക്കിലൊക്കെ ഇത് ബിൽഡ് ചെയ്യുന്നുണ്ട് ഷിമാനോ ക്യൂസിൻ്റെ ഡ്രൈവ് ട്രെയിൻ വെച്ചിട്ട്. അങ്ങനെ വരുമ്പോൾ ഡിറൈലറും അതിൻ്റെ കെസറ്റ്, ക്രാങ്ക്, ചെയിൻ, ഫ്രണ്ടിലത്തെ ഡിറൈലർ വേണമെങ്കിൽ 2 ഗിയറുള്ള വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിറൈലർ, അതുപോലെ തന്നെ അതിൻ്റെ ഷിഫ്റ്റർ എല്ലാം കൂടി ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ കേട്ടോ. ടൂറിനെയും ഓൾട്ടസിനൊക്കെ പകരമായിട്ട് പുതിയതായിട്ട് വരുന്നതാണ് ഷിമാനോ ക്യൂസ്. അപ്പോൾ ആ അറിവ് കൂടിയും പകർന്ന് തന്നതാണ്. ഇനി നമുക്ക് ബൈക്കിൻ്റെ സ്പെക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാക്കിലും വരണത് ക്വിക്ക് റിലീസാണ് വരണത്. 27.5 ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഒരേ ടയർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കെൻഡയുടെ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഷിമാനോൻ്റെ ഡിസ്ക് ബ്രേക്കാണ്, ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, മെയിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 50,000 റുപ്പീസാണ്. നെക്കോൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്രാഡിയാക്ക് ഇറക്കിയതിൽ ഏറ്റവും പ്രീമിയം സെഗ്മെൻറ്റിൽ രേഖപ്പെടുത്തുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ക്രാഡിയാക്കിൻ്റെ XC3000 എന്ന് പറഞ്ഞിട്ടുള്ള ഇനി നമുക്ക് നമ്മുടെ ക്രാഡിയാക്കിൻ്റെ XC3000 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു MTB ഓടിച്ച് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് പറയാം കേട്ടോ. നമുക്കിത് ഓഫ് റോഡ് ചെയ്യാനൊക്കെ കിട്ടിയാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് പറയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓടിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ സീറ്റ് തന്നെയാണ് നമുക്ക് വരാം. സീറ്റ് മെമ്മറി ഫോമുള്ള സീറ്റ്, ഒരു വെന്റിലേഷനൊക്കെ കൊടുത്തിട്ടൊരു സീറ്റായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണും. നല്ല രസമുണ്ട് കേട്ടോ. അത് ആക്ച്വലി നമുക്ക് കംഫർട്ടായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റൊക്കെ ഭയങ്കര ഒരു പ്രാധാന്യം നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈക്ലിങ്ങിൽ കുറേ പേർക്ക് അത് അറിയാം. സീറ്റ് നല്ല കംഫർട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ പിന്നെ വരുന്നത് അതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ നല്ല ആക്ഷൻ ഉണ്ട്. SR സണ്ടൂറിൻ്റെ ആണ്, പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. SR സണ്ടൂറിൻ്റെ ഫോർക്കാണ്. പിന്നെ ഷിമാനോ ക്യൂസ് രണ്ടാമത്തെ തൊട്ടാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യണത് കേട്ടോ ഇത്. അപ്പോൾ അത് നല്ല ബട്ടർ സ്മൂത്തായിട്ട് സാധനം തന്നെ പോകുന്നുണ്ട് കേട്ടോ. വേറെ ഒരു കുറവും അതിലില്ല. അപ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇതാണ്. എന്തായാലും അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ക്രാഡിയാക്കിൻ്റെ XC3000 എന്ന് പറഞ്ഞ ഈ ഒരു ബൈക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൈസൈക്കിൾ കാണേണ്ട വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കത് ഡോർ സ്റ്റെപ്പ് നിങ്ങൾക്ക് വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ഈ സാധനം ഫിറ്റ് ചെയ്ത് തരുന്ന ഫെസിലിറ്റി ചെയ്യുന്നുണ്ട്. താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം, ഫുൾ ഡീറ്റെയിൽ കൊടുക്കാം. സ്റ്റേ ട്യൂൺ. കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. നാളെ കാണാം ഗൈസ്. ബൈ.